അങ്ങനെ കമൽനാഥ് കോൺഗ്രസ് വിടുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി. കമൽനാഥ് മാത്രമല്ല, മകനും കോൺഗ്രസ് വിട്ട് പടിയിറങ്ങുകയാണ്. കമൽനാഥ് പാർട്ടിയുമായി അതൃപ്തിയിലാണെന്ന് അഭ്യൂഹങ്ങളുണ്ട്. നേരത്തെ മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ ചില കോൺഗ്രസ് നേതാക്കൾ പാർട്ടി നേതൃത്വവുമായി അതൃപ്തിയിലാണെന്ന് പറഞ്ഞിരുന്നു. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് കോൺഗ്രസ് പാർട്ടിയുടെ പേരും ചിഹ്നവുമെല്ലാം സോഷ്യൽ മീഡിയ ബയോയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇത് പാർട്ടി വിടുന്നതിന്റെ മുൻപുള്ള നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കമൽനാഥ് BJPയിൽ ചേരുമെന്നാണ് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കമൽനാഥ് പാർട്ടി വിടുന്ന സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിന് ഇത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. കോൺഗ്രസ് വിടുന്ന കാര്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വൈകാതെ തന്നെ മറുപടി പറയാമെന്നാണ് കമൽനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള നേതാക്കളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് കമൽനാഥ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിലെത്തുന്ന സമയത്ത് കമൽനാഥ് കോൺഗ്രസ് വിടുന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയായി ഗോളിയാർ ചമ്പൽ മേഖലയിൽ നിന്നുള്ള നേതാവ് അശോക് സിംഗിനെ പ്രഖ്യാപിച്ചതാണ് കമൽനാഥിന്റെ അതൃപ്തിക്കുള്ള പ്രധാന കാരണം. കമൽനാഥിനോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതേസമയം കമൽനാഥ് പാർട്ടി വിടില്ലെന്ന കാര്യത്തിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കമൽനാഥുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ചിന്ദ്വാരയിലുണ്ടായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബത്തിനൊപ്പമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതു തന്നെ. അങ്ങനെയുള്ള ഒരാൾ ഇന്ദിരയുടെ കുടുംബത്തെ വിട്ടു പോകുന്നത് എങ്ങനെയെന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ ചോദ്യം. ഇന്ദിരയുടെ 3ാമത്തെ പുത്രനാണ് കമൽനാഥ്. അദ്ദേഹം ഒരിക്കലും ഗാന്ധി കുടുംബത്തെ വഞ്ചിക്കില്ല. കോൺഗ്രസിൽ തുടരുമെന്നും ജിത്തു പട്വാരിയും പറയുന്നുണ്ട്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചതോടെ നിരവധി പേർ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനെതിരായിരിക്കുകയാണെന്ന് VD ശർമ്മയും പറയുന്നു. പല മുതിർന്ന നേതാക്കളും ഇക്കാരണത്താൽ പാർട്ടി വിടാം. പാർട്ടിയിൽ ചേരാൻ വരുന്ന ഏത് കോൺഗ്രസ് നേതാവിനെയും BJP ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുമെന്നും ശർമ്മ വ്യക്തമാക്കിയിരുന്നു. ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റാലും ബഹുമാനമില്ലാതായാലും അപമാനം നേരിട്ടാലും ഒരു നേതാവിന് പാർട്ടി വിടാമെന്ന് പ്രമുഖ കോൺഗ്രസ് നേതാവ് സഞ്ജൻ സിംഗ് വർമ്മ പറയുകയുണ്ടായി. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് ഇന്നറിയാം കമൽനാഥ് പാർട്ടി വിടുമെന്ന കാര്യം. കാരണം മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കമൽനാഥ് അസ്വസ്ഥനായിരുന്നു. ഇനി സംസ്ഥാനത്തൊരു തിരിച്ചുവരവ് ഇല്ലെന്ന വിലയിരുത്തൽ കമൽനാഥിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം. BJPയിലെത്തിയാൽ സംസ്ഥാനത്തെ ഒഴിവുവരുന്ന 4 രാജ്യസഭാ സീറ്റുകളിൽ 1 കമൽനാഥിന് നൽകിയേക്കുമെന്നാണ് വിവരം. മാത്രമല്ല, മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും മന്ത്രിപദവും BJP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചിന്ദ്വാര സീറ്റിൽ നിന്നും നകുലിനെ മത്സരിപ്പിക്കാമെന്നാണ് BJPയുടെ വാഗ്ദാനം. 1980 മുതൽ 2019 വരെ 9 തവണ കമൽനാഥ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചിന്ദ്വാര. മധ്യപ്രദേശിൽ 5 രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവുള്ളത്. ഇതിൽ 4-ൽ BJPക്കും 1-ൽ കോൺഗ്രസിനുമാണ് വിജയസാധ്യത. തനിക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം കമൽനാഥ് സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കമൽനാഥിന് സീറ്റ് നൽകാൻ സോണിയയ്ക്ക് താല്പര്യമില്ലെന്നാണ് വിവരം. ഇതാണ് സത്യത്തിൽ കമൽനാഥിനെ ചൊടിപ്പിച്ചത്.